കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, ശാന്തമായിട്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും പൈശാചിക ശക്തികളോട് യുദ്ധം ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ സൗഹൃദത്തിന് വേണ്ടി, കൂട്ടുകെട്ടിന് വേണ്ടി, ഉടമ്പടി പാലിക്കാൻ വേണ്ടി, കർത്താവിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി, കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി വിശ്വാസത്തോടെ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ആ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെടും. തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി യുദ്ധത്തിന് വേണ്ടി വിട്ടുകൊടുക്കും. ഹല്ലേലൂയ. യൂതന്മാരെ അയക്കും. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനോട് കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ അത് പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി നമ്മൾ യാചിക്കുമ്പോൾ ആ സമയം ഏതാണെന്ന് വെച്ചാൽ കർത്താവ് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയമാണ്. പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ് പുലർച്ച 3-3:30. നമ്മളപ്പോൾ കരുണയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികളെ, അന്ധകാര ശക്തികളെ ഇല്ലായ്മ ചെയ്യുന്ന സമയമാണ്. അതാണ് കരുണ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു മേഖലയാണ് ഡെലിവറൻസ് നമുക്ക് നൽകുക എന്നുള്ളത്. അല്ലെങ്കിൽ